മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷവും ഇടതുപക്ഷവും മുന്നോട്ട് പോവാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തില് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ എന്താണ് യോഗി ആദിത്യനാഥിന് വേണ്ടിയിട്ട് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഓരോ ആളുകളും എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, യോഗി ആദിത്യനാഥ് മദ്രസകളിൽ പോലും എന്താണ് നടപ്പിലാക്കിയത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഏതായാലും ആദ്യം നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ എന്താണ് യോഗിക്ക് വേണ്ടി പറയുന്നത് എന്ന് കേട്ടു നോക്കൂ. क्या लगता है 227 में योगी जाने चाहिए कि नहीं आने चाहिए? आने चाहिए। जब जब मतलब महिलाओं के लिए मतलब रात में भी उनके लिए सेफ्टी है और दिन में भी सेफ्टी है तो आने चाहिए। क्या बदलाव आया जब से योगी जी का राज आया है यूपी में? मतलब महिलाएं ज्यादा सुरक्षित है। क्या कहेंगे आज जिस तरह से योगी जी यहाँ आए, उन्होंने जो बहुत अच्छा कर रहे हो मुख्यमंत्री? हाँ, बहुत अच्छा काम कर रहे हो। मुझे बहुत अच्छा लगा उनकी बातें सुन के, बहुत अच्छा करते देखो जी, हम तो अपनी बता रहे हैं, हम तो बिल्कुल बढ़िया हैं, मौज में हैं, खुश हैं, योगी राज में। हमारे यहाँ अच्छा खा रहे हैं। योगी राज बढ़िया, और कम से कम 25-30 साल तक और योगी राज रहे। यूपी में योगी राज रहे और हिंदुस्तान में मोदी जी रहे हैं। നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മാധ്യമപ്രവർത്തക ചോദിക്കുകയാണ്, ഇനിയും യോഗിജി വരണോ വേണ്ടേ? അതിന് മറുപടി കൊടുക്കാണ്, അതെ വരണം. സ്ത്രീകൾക്ക് രാത്രിയും പകലും ഒരുപോലെ സുരക്ഷ വേണമെങ്കിൽ അവർ തന്നെ വരണം. അടുത്ത ചോദ്യമാണ്, യോഗിജി യുപിയിൽ വന്നതിന് ശേഷം എന്താണ് മാറ്റം? സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരായി. യോഗി ജി ഇവിടെ വന്നത് ഇഷ്ടമായോ? വളരെ നന്നായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നല്ല സന്തോഷവാനും സന്തുഷ്ടനുമാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നു. യോഗി വന്നതിന് ശേഷം ഒരു 25-30 കൊല്ലം യോഗി ഇവിടെ തന്നെ വേണം. യുപി യോഗിയും ഇന്ത്യ മോദിയും ഭരിക്കണം. അവസാനമായിട്ട് പ്രായമുള്ള മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത്, യോഗി ഒരു 30 വർഷമെങ്കിലും ഇവിടെ ഭരിച്ചു മുന്നോട്ട് പോകണം. ഇവിടെ സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ, പ്രത്യേകിച്ച് പുതുതലമുറക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഈ പറയുന്ന ഉത്തർപ്രദേശ് മുൻകാലങ്ങളിൽ ഭരിച്ച സമയത്ത് അവിടെ നടന്നിരുന്നത് എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിൽ പോലും വൈകുന്നേര സമയങ്ങളിൽ പോലും ഒരു പെട്ടിയുമായിട്ട് ധൈര്യത്തിൽ നടന്നു പോവാൻ സാധിക്കാത്തൊരു നഗരമായിരുന്നു ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരി പോലും. പോലീസിനൊക്കെ അവിടെ പുല്ലുവരെയായിരുന്നു. ഓരോ കേന്ദ്രങ്ങളും ഗുണ്ടകളായിരുന്നു അടക്കി ഭരിച്ചിരുന്നത്. എന്നാൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് വന്നതോടു കൂടിയിട്ടാണ് ഉത്തർപ്രദേശിലെ പോലീസിന് പോലും ഒരു വാല്യൂ ഉണ്ടായത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് പോലീസാണെന്ന് പോലും തിരിച്ചറിഞ്ഞത് യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം മാത്രമാണ്. അതൊക്കെ മനസ്സിലാക്കുന്ന, ആ ചരിത്രം അറിയുന്നവർക്കറിയാം ഇവരൊക്കെ പറയുന്നത് എത്രത്തോളം മഹത്തമാണ്. അവരുടെ ജീവിതത്തിലെ വിജയം കൊണ്ട് തന്നെയാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ തുടരണമെന്ന് അഭിമാനത്തിൽ മതഭേദമന്യേ ഓരോ ആളുകളും നിരന്തരം വിളിച്ചു പറയുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ഉത്തർപ്രദേശിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ പ്രശ്നമാണോ എന്ന്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയേക്കാൾ, നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടിയിലും അധികം ജനങ്ങളാണ്. എന്നാൽ ഇതിനേക്കാൾ അധികം 4 കോടിയിലും അധികം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട്. അവരൊക്കെ അവിടെ സമാധാനത്തിൽ സന്തോഷത്തിൽ യോഗി ആദിത്യനാഥ് തന്നെ ഇനിയും ഇവിടെ ഭരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്കറിയാം, യോഗി ആദിത്യനാഥിന് മുമ്പുള്ള ആളുകള് ഈ ഉത്തർപ്രദേശ് ഭരിക്കുന്ന സമയത്ത് അവർക്ക് സമാധാനം പോലും ഉണ്ടായിരുന്നില്ല എന്ന്. ഇനി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ മതവുമായി ബന്ധപ്പെട്ട്, അതായത് മദ്രസകളൊക്കെയായി ബന്ധപ്പെട്ട് എത്രത്തോളം മാറ്റങ്ങൾ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്നു എന്നുള്ളതും ഓരോ ആളുകളും തിരിച്ചറിയേണ്ടതാ. 2018 ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്.
മദ്രസകളിലെ NCERT സിലബസ് അവതരിപ്പിക്കുന്നതിന് ഉത്തർപ്രദേശ് മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിനും മതനിയമങ്ങൾക്കും പുറമെ ശാസ്ത്രം, ഗണിതം, സാമൂഹിക ശാസ്ത്രം എന്നിവയും പഠിപ്പിക്കും. ന്യൂസാണ് ഇവിടെ കൊടുത്തത്. 2018 ഇന്ന് ഉത്തർപ്രദേശിലെ മദ്രസകളില് സയൻസ്, മാത്സ് ഇതൊക്കെ കൃത്യമായിട്ട് അവിടെ പഠിപ്പിക്കുക. കമ്പ്യൂട്ടർ പോലും നിർബന്ധമാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠനം പോലും ഈ പറയുന്ന മദ്രസകളിൽ. ഇത് കേൾക്കുമ്പോഴേക്ക് മതം പഠിപ്പിക്കുന്നിടത്ത് മതം അങ്ങ് പഠിപ്പിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ജിഹാദികൾ ഉറഞ്ഞുതള്ളൂ. ഞാൻ ഇത്തരം ജിഹാദികൾക്കല്ല മറുപടി കൊടുക്കുന്നത്. ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളോടാണ് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലെ ഇതുപോലെയുള്ളൊരു മദ്രസ വിദ്യാഭ്യാസമായിട്ട് ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാഭ്യാസത്തെ കാണരുത്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മദ്രസ പഠനം എന്നൊക്കെ പറയുന്നത് 1-2 മണിക്കൂറുകൾ മാത്രമാണ്. എന്നാൽ ഉത്തർപ്രദേശിലെ മദ്രസ എന്നൊക്കെ പറയുന്നത് ഒന്നുകിൽ ഉച്ചവരെയോ അല്ലെങ്കിൽ വൈകിട്ട് വരെയോ ഈ മദ്രസ പഠനം മാത്രമാണ് ഈ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്നത്. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് മതപഠനം മാത്രം പോരാ, NCERT സിലബസ് പ്രകാരം സയൻസും അതേപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും, അതായത് പൊതുസമൂഹത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു വിദ്യാഭ്യാസം കൂടെ യോഗി ആദിത്യനാഥ് മദ്രസകളിൽ ഉറപ്പുവരുത്തുക. ഈ മുസ്ലിങ്ങളോട് വലിയ എതിർപ്പുള്ള ആളാണ് യോഗി എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം നടത്തുന്നത്. അങ്ങനെ ഒരു എതിർപ്പുള്ള ആളായിരുന്നെങ്കിൽ എന്തിനാണ് യോഗി ആദിത്യനാഥ് മദ്രസകളിൽ മതപഠനം മാത്രം പോരാ മറിച്ച് അവിടെ പൊതുസമൂഹത്തോട് NCERT സിലബസ് പ്രകാരമുള്ള മാത്സും സയൻസും ഒക്കെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ അവിടെ പഠിപ്പിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആ വിദ്യാർത്ഥികളൊന്നും തന്നെ തലതിരിഞ്ഞു പോവരുത്. ഏത് തരത്തിലേക്ക്? ജീവിതത്തില് ഒരു ജോലിയിലേക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തില് തലതിരിഞ്ഞു പോവരുത്. മറിച്ച് വ്യക്തമായിട്ട് മതപഠനത്തോടൊപ്പം തന്നെ ഇവര് പൊതുസമൂഹത്തോട് ഒരുമിച്ച് നല്ല ജോലികളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ ഇതൊക്കെ തന്നെ അവിടെ പുതുതലമുറയെ പഠിപ്പിക്കുക. മദ്രസകളിലേക്ക് വരുന്നവർക്ക് പോലും നല്ല വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. യോഗി ആദിത്യനാഥ് ഒരു സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തുകയല്ല, അവരെ ചേർത്ത് പിടിക്കുക. ഇത്തരത്തിൽ വ്യക്തമായിട്ട് മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ച് തന്നെയാ യോഗി ആദിത്യനാഥ് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മദ്രസകൾക്ക് വലിയ ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. 10-20,000-ഓളം മദ്രസകളുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശില്. വലിയ രീതിയിൽ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ രേഖകളിലുള്ളതാ. ഓരോ ആളുകളുടെയും ഫോൺ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. സർക്കാർ സഹായിക്കുന്ന ഒരുപാട് മദ്രസകളുണ്ട്. പക്ഷേ മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്തതിനേക്ക് എടുത്ത് ആറ്റിലെറിയും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത് ലോകത്ത് എവിടെയാണെങ്കിലും ഏത് രീതിയിലാണ് നിയമങ്ങൾ, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ മാത്രമേ ചേർത്ത് പിടിക്കൂ. ഒരു സമൂഹത്തെയും യോഗി ആദിത്യനാഥ് സർക്കാർ ഒന്നും മാറ്റി നിർത്തിയല്ല, പരമാവധി ചേർത്ത് നിർത്തിയിട്ട് പൊതുസമൂഹത്തിന് ഒരുമിച്ച് മുന്നോട്ട് പോവാൻ എഡ്യൂക്കേഷൻ കൊടുത്ത് മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞു പോവാതിരിക്കാനാണ്. അതായത് സർക്കാർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി പൊതുസമൂഹത്തോട് ചേർത്ത് പിടിക്കുക. തലൈവാലില്ലാതെ ഈ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടറായിട്ടും പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതല്ല, മറിച്ച് സർക്കാർ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി, അത് മതപഠനത്തിലല്ല ഇടപെടൽ നടത്തുന്നത്, കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് തന്നെ മദ്രസകളെ മുന്നോട്ട് കൊണ്ടുപോകുക. അവിടെ വിദേശ ഫണ്ടുകൾ വന്നാൽ അത് ഏത് രീതിയിലാണ് വന്നത് എന്ന് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാ യോഗി ആദിത്യനാഥിനെ തന്നെ വേണം ഇനിയും 10-30 വർഷക്കാലം എന്ന് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ഇപ്പം കേരളത്തിലെ ഒരുപാട് ആളുകൾ യോഗി ആദിത്യനാഥ് എന്ന് കേൾക്കുമ്പോഴേക്ക് തോന്നിയത് വിളിച്ചു പറയുക. അവരോടൊക്കെ പറയാനുള്ളത് ഉത്തർപ്രദേശിലെ മുസ്ലിം ജനതയും യോഗി ആദിത്യനാഥിന് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അല്ലാത്ത ആളുകളുണ്ട്, അതുപോലെ ലോകത്തെല്ലാ സ്ഥലത്തുണ്ട്, പല രീതിയിൽ പല ജിഹാദികളുണ്ട്. അവരെയൊക്കെ തന്നെ ബീഹാറിലേക്ക് തള്ളുകയും ചെയ്യും. അതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നാട്ടിൽ സമാധാനം ഉണ്ടാവാൻ, ഉത്തർപ്രദേശിൽ സമാധാനം ഉണ്ടാവാൻ യോഗി ആദിത്യനാഥ് തന്നെ ഭരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഉത്തർപ്രദേശിൽ മതഭേദമന്യേ സകല ആളുകളും വിളിച്ചു പറയുന്നത് എന്ന് സകല മലയാളികളും തിരിച്ചറിയുക.